അതായത് തത്തകളെയും പൂച്ചകളെയൊക്കെ പാടിക്കുന്ന ഒരു പരിപാടിയാണ്. തത്തകളെയും പൂച്ചകളെയൊക്കെ വെച്ചിട്ട് ഒരു മത്സരം. തത്തകളെയും പൂച്ചകളെയൊക്കെ പാടിക്കുന്ന പരിപാടിയോ? ആന്ന്. അത് സംഭവം വെറൈറ്റി ആയിരിക്കും. നമ്മൾ വിചാരിക്കും പോലെയല്ല. അവര് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് വേറെ ലെവലാണ് സാധനം. അത് വേറെ കത്തും. പിന്നെ നമുക്ക് സ്റ്റേജിൽ നമ്മൾ തത്തകളുടെയും പൂച്ചകളുടെയും കൂടെ ആയിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ ഇനി. പറയുന്നില്ലേ, നീ പറ. അപ്പൊ 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 അതിനെ ഒരു ജഡ്ജായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് എന്തുവാണ് ഇത്? അപ്പൊ എന്നോട് പറഞ്ഞു ഒരാളെ കൂടെ പറഞ്ഞു. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ശ്രീനാഥേട്ടനാണ്. അതുകൊണ്ട് തന്നെ എടാ, ശ്രീനാഥേട്ടൻ. അവിടെ നീ ഒരു മൃഗസ്നേഹിയാണോ? ഞാൻ അങ്ങനെ വലിയ ഞാൻ മൃഗസ്നേഹിയായിട്ടൊന്നുമില്ല. ഇത് നല്ല പൈസ കിട്ടുന്നു. എടാ, അവിടെ നിന്ന് പാടായിരിക്കോടാ. എന്ത് പാട്? അല്ലാണ്ട് അതായത് അവര് ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരും. അവര് പട്ടികളും ഒക്കെ ഉണ്ടാവുന്ന തോന്നണം. അപ്പൊ അവര് പാടുമ്പോ നമ്മൾ ജഡ്ജ് ചെയ്യുക, ശ്രുതിയൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക, അതിന് മാർക്ക് ഇടുക, പറഞ്ഞു വിടുക, വീട്ടിൽ പോരുക. എന്റെ മോനെ കോമഡി ആയിരിക്കുള്ളൂ.